ഇങ്ങനെ വല്ല ആറ്റിൽ ഇങ്ങോട്ട് തള്ളി തള്ളി ഇടുക. കോഴിയെ കൊന്നാലും പശുവിനെ കൊന്നാലും എല്ലാം ആറ്റിലോട്ടാണ് ചാക്ക് കെട്ടി എറിയുന്നത്. അതാ ഇങ്ങനെ ഒഴുകി വരുന്നത്. ഒരു 50 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഈ ആറ്റിൽ നിന്നാണ് വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്നത്. ഈ വീടുകളെല്ലാം ഒരു വൃത്തികേടും ഇല്ലായിരുന്നു ആറ്റിലന്ന്. ഇപ്പോഴാണ് ഈ വൃത്തികേടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. കുറേ എന്ത് ദുരിതമാ, ഒന്ന് കുളിക്കാനോ നനയ്ക്കാനോ വെക്കുമോ? എന്തെല്ലാം വൃത്തികെട്ട അഴുക്കുകളാണ് ഒഴുക്കി വിടുന്നത്. കാലൊക്കെ ഞങ്ങളുടെ ഉണ്ണു പോലെ വരും. ഈ വെള്ളം കടിച്ച് ചൊറിച്ചില്ല ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട്. അതുപോലെ അഴുക്കാണ് ഈ ഒഴുകി വരുന്ന മുഴുവൻ. അത് ഇപ്പം എല്ലാവരും ഒഴുക്കി വിടുന്നതെല്ലാം ഇനി വരുക. ചാക്കുകെട്ടിലും എല്ലാം ഒഴുക്കി അങ്ങ് വിട്ടേക്കുക. ഈ ഇറച്ചിയുടെ മാംസങ്ങളും പശുവിൻ്റെ തൊലി, കോഴിയുടെ മാംസം, തൊലി, പെടലി, തല, കാല എല്ലാം ഒഴുക്കി വിടുന്നത് ഇത് അല്ല തന്നെയാ. വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ദൈവം തരുന്ന ആയുസ് കൊണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നതേ ഉള്ളൂ. ബുദ്ധിമുട്ട് പറയുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. മൊത്തം ബുദ്ധിമുട്ടാണ്. ഒരു മാക്ക് തുടിക്കുമ്പോഴേ ഈ വെള്ളം ഇങ്ങോട്ടിങ്ങ് വരും. ഇന്നലെ വൈകിട്ട് കയറിയോ? ഇന്നലെ വൈകിട്ട് കയറിയതാ. അമ്മച്ചി വേറെ പ്രശ്നമുണ്ട്. അമ്മച്ചി ഈ നോക്കി ഇവിടെ മൊത്തം കുപ്പിയും പ്ലാസ്റ്റിക് ഒക്കെ കിടക്കും. ആറ്റിക്കൂടെ ഒലിച്ചു വരുന്നത്. ആറ്റിക്കൂടെ വരുന്നതാ, ഒഴുക്കിന് ഇങ്ങോട്ട് വരുന്നതാ ഇതൊക്കെ. അത് മഴ പെയ്ത് കഴിഞ്ഞേ ഇപ്പൊ ഒരുപാട് മാലിന്യമാണ് ഈ ആറ്റിക്കൂടെ പോകുന്നത്. മോൻ എന്താ പറയാനുള്ളത്? ഇത് ഈ വലിയ വലിയ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ അവർക്ക് വേസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ആറിനോട് തള്ളിയിടുകയാണ്. അപ്പം അത് ഈ പാവപ്പെട്ടവർക്കാണ് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അവരുടെ വെള്ളം വാങ്ങുമ്പോൾ അവരുടെ വീട്ടിലോട്ടാണ് ഇതൊക്കെ കയറുന്നത്. അത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഓരോരുത്തർക്കും ദുരിതം വരുന്നത്. അതെ അതെ. അപ്പം അതെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കുകളും മെയിനായിട്ട് വരുന്നത് വേസ്റ്റാണ്. ചിക്കൻ്റെയും മീനിൻ്റെയും വേസ്റ്റാണ് ഈ വരുന്നത്. അത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ വീടിൻ്റെ അകത്തോട്ടൊക്കെയാണ് അത് വന്ന് കയറുന്നത്. അപ്പോൾ ഇവരിതിനി ഇങ്ങനെ ഇടാതിരിക്കുകയാണ് ബാക്കിയുള്ളവർക്കും നല്ലത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആഷ്ബല് പറയുന്നത് കേട്ടല്ലോ. ഈ ബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. മാലിന്യം വലിച്ചെറിയാനുള്ളതല്ല, അത് കൃത്യമായി സംസ്കരിക്കണം. അല്ലെങ്കിൽ ആഷ്ബല് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരും ഈ ആറിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഈ പ്ലാസ്റ്റിക് കൂമ്പാരം ചെന്ന് പതിക്കുന്ന കടലിലോട്ടാണ്. അത് പ്രകൃതിക്ക് വലിയ ദോഷം വരുത്തിവെക്കും. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.